ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ്. അതിനായി നമ്മളിവിടെ എടുത്തിട്ടുള്ളത് തൊഴിൽ വാർത്തയോടൊപ്പം ലഭിക്കുന്ന സ്പെഷ്യൽ പതിപ്പായിട്ടുള്ള വിജ്ഞാനശ്രീ ആണ്. അതിൻ്റെ 29ാം ലക്കത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 100 കറണ്ട് അഫയേഴ്സ് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്പെഷ്യൽ പതിപ്പിൽ കൊടുത്തിട്ടുള്ള 100 കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ OTT പ്ലാറ്റ്ഫോമിൻ്റെ പേരെന്ത്? സി സ്പേസ്. രണ്ടാമത്തേത്, ഏത് പരമ്പരാഗത കായിക വിനോദത്തെയാണ് അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തി വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ തമിഴ്നാട് സർക്കാർ ആരംഭിച്ചത്? ഏത് പരമ്പരാഗത കായിക വിനോദത്തെയാണ് അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തി വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ തമിഴ്നാട് സർക്കാർ ആരംഭിച്ചത്? ജല്ലിക്കെട്ട്. മൂന്നാമത്തെ ചോദ്യം, കേരളം ആദ്യമായി വികസിപ്പിച്ച നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രോസസ്സറിൻ്റെ പേരെന്ത്? കൈരളി. കേരളം ആദ്യമായി വികസിപ്പിച്ച നിർമ്മിത ബുദ്ധി പ്രോസസ്സറിൻ്റെ പേരാണ് കൈരളി. കേരള ഡിജിറ്റൽ സർവകലാശാലയാണ് കൈരളി എന്ന പേരിൽ 2 ശ്രേണികളിലുള്ള പ്രോസസ്സറുകൾ നിർമ്മിച്ചത്. നാലാമത്തേത്, ഹൈക്കോടതി ഉൾപ്പെടുന്ന കേരളത്തിൻ്റെ ജുഡീഷ്യൽ സിറ്റി സ്ഥാപിതമാകുന്നത് എവിടെയാണ്? ഹൈക്കോടതി ഉൾപ്പെടുന്ന കേരളത്തിൻ്റെ ജുഡീഷ്യൽ സിറ്റി സ്ഥാപിതമാകുന്നത് എവിടെയാണ്? ഹൈക്കോടതി ഉൾപ്പെടുന്ന കേരളത്തിൻ്റെ ജുഡീഷ്യൽ സിറ്റി സ്ഥാപിതമാകുന്നത് എവിടെയാണ്? കളമശ്ശേരി. എറണാകുളം ഡിസ്ട്രിക്റ്റിലെ കളമശ്ശേരി എന്ന സ്ഥലത്താണ് ഹൈക്കോടതി ഉൾപ്പെടുന്ന കേരളത്തിൻ്റെ ജുഡീഷ്യൽ സിറ്റി സ്ഥാപിതമാകുന്നത്. അഞ്ചാമത്തെ ചോദ്യം, 2024 ജനുവരി 27-ന് കന്നി യാത്ര ആരംഭിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ? 2024 ജനുവരി 27-ന് കന്നി യാത്ര ആരംഭിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലാണ് ഐക്കൺ ഓഫ് ദി സീസ്. ആറാമത്തെ ചോദ്യം, ചെന്നൈയിൽ നടന്ന ഗോൾഡൻ ഫേസ് ഓഫ് സൗത്ത് ഇന്ത്യ 2024 സൗന്ദര്യ മത്സരത്തിൽ ഫസ്റ്റ് റണ്ണറപ്പ് പട്ടം നേടിയ മലയാളി? ചെന്നൈയിൽ നടന്ന ഗോൾഡൻ ഫേസ് ഓഫ് സൗത്ത് ഇന്ത്യ 2024 സൗന്ദര്യ മത്സരത്തിൽ ഫസ്റ്റ് റണ്ണറപ്പ് പട്ടം നേടിയ മലയാളി ത്രേസ്യ ലൂയിസ്. ഏഴാമത്തെ ചോദ്യം, സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പ്രവാസി വോട്ടർമാരുള്ള കേരളത്തിലെ ജില്ല ഏത്? കോഴിക്കോട്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പ്രവാസി വോട്ടർമാരുള്ള കേരളത്തിലെ ജില്ലയാണ് കോഴിക്കോട്. എട്ടാമത്തേത്, ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായി പുതുതായി നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ്? ജ്ഞാനേഷ് കുമാർ ആൻഡ് സുഖ്ബീർ സിംഗ് സന്ധു. ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായി പുതുതായി നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാണ് ജ്ഞാനേഷ് കുമാർ, സുഖ്ബീർ സിംഗ് സന്ധു. ഒൻപതാമത്തേത്, 75ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തത് ആര്? 75ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തത് ഇമ്മാനുവൽ മാക്രോൺ. ഫ്രഞ്ച് പ്രസിഡന്റ് ആയിട്ടുള്ള ഇമ്മാനുവൽ മാക്രോൺ. പത്താമത്തെ ചോദ്യം, രാജ്യത്തെ 1 കോടി വീടുകളിൽ പുരപ്പുറ സൗരോർജ പാനലുകൾ സ്ഥാപിക്കുന്ന കേന്ദ്ര പദ്ധതിയുടെ പേരെന്ത്? രാജ്യത്തെ 1 കോടി വീടുകളിൽ പുരപ്പുറ സൗരോർജ പാനലുകൾ സ്ഥാപിക്കുന്ന പദ്ധതിയുടെ പേരെന്ത്? PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന. ഫിദെ ലോക റാങ്കിങ്ങിൽ എത്തിയ ആദ്യ മലയാളി ചെസ് താരമാരാണ്? ഫിഡെ ലോക റാങ്കിങ്ങിൽ എത്തിയ ആദ്യ മലയാളി ചെസ് താരമാണ് SL നാരായണൻ. 42ാം റാങ്ക്. 2024 ആദ്യ ഭാരതരത്ന പ്രഖ്യാപനം വന്നത് ആരുടെ 100ാം ജന്മവാർഷികത്തിന് തലേ ദിവസമാണ്? 2024 ആദ്യ ഭാരതരത്ന പ്രഖ്യാപനം വന്നത് ആരുടെ 100ാം ജന്മവാർഷികത്തിന് തലേ ദിവസമാണ്? കർപ്പൂരി ഠാക്കൂർ.
കർപ്പൂരി ഠാക്കൂർ. 13 ഏത് രാജ്യത്താണ് 2024 ഫെബ്രുവരി 1 മുതൽ ഇന്ധനവില നിലവിലുള്ളതിൻ്റെ 5 ഇരട്ടിയാക്കിയത്? ഏത് രാജ്യത്താണ് 2024 ഫെബ്രുവരി 1 മുതൽ ഇന്ധനവില നിലവിലുള്ളതിൻ്റെ 5 ഇരട്ടിയാക്കിയത്? ക്യൂബ. 2021 മുതൽ ആചരിച്ചു വരുന്ന പരാക്രം ദിവസ് എന്നാണ്? 2021 മുതൽ ആചരിച്ചു വരുന്ന പരാക്രം ദിവസ് എന്നാണ്? ജനുവരി 23. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമാണ് നമ്മൾ പരാക്രം ദിവസമായി ആചരിക്കുന്നത്. ഇത് ജനുവരി 23-നാണ്. 15 അതിജീവനം എന്ന പേരിൽ മലയാളത്തിൽ ആത്മകഥ രചിച്ച രാജസ്ഥാൻ സ്വദേശിയായ മുൻ ചീഫ് സെക്രട്ടറി ആരാണ്? അതിജീവനം എന്ന പേരിൽ മലയാളത്തിൽ ആത്മകഥ രചിച്ച രാജസ്ഥാൻ സ്വദേശിയായ മുൻ ചീഫ് സെക്രട്ടറിയാണ് ഡോക്ടർ വിശ്വാസ് മേത്ത. 16-ാമത്തെ ചോദ്യം. ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച കേരളത്തിലെ നഗരസഭ ഏത്? ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച കേരളത്തിലെ നഗരസഭ ഏത്? കൊട്ടാരക്കര. 2024 ഫെബ്രുവരി 1 അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റ് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന്റെ എത്രാമത്തെ ബജറ്റായിരുന്നു? 6-ാമത്തെ. 2024 ഫെബ്രുവരി 1 അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റ് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന്റെ എത്രാമത്തെ ബജറ്റായിരുന്നു? 6-ാമത്തെ ബജറ്റായിരുന്നു. 18-ാമത്തെ ചോദ്യം. കേരള സർക്കാർ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര കായിക ഉച്ചകോടി ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റ് നടന്നത് എവിടെയാണ്? കേരള സർക്കാർ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര കായിക ഉച്ചകോടി നടന്നത് എവിടെയാണ്? കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം, തിരുവനന്തപുരം. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം, തിരുവനന്തപുരം. 19-ാമത്തെ ചോദ്യം. 2024 ഫെബ്രുവരി 3 കമ്മീഷൻ ചെയ്ത 2024 ഫെബ്രുവരി 3 കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ ആദ്യത്തെ സർവേ കപ്പലാണ് INS സന്ധ്യക്. 20-ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഓങ്കോളജി സെന്റർ അഥവാ AI പ്രിസിഷൻ ഓങ്കോളജി സെന്റർ നിലവിൽ വന്നത് എവിടെയാണ്? ബംഗളൂരു. അടുത്തത്. ഇറാൻ അടുത്തിടെ വിക്ഷേപിച്ച 3 ഉപഗ്രഹങ്ങളുടെ പേരുകൾ എന്തൊക്കെ? ഇറാൻ അടുത്തിടെ വിക്ഷേപിച്ച 3 ഉപഗ്രഹങ്ങളുടെ പേരുകളാണ് മഹ്ദ, കൈഹാൻ 2, ഹാത്തിഫ് 1. മഹ്ദ, കൈഹാൻ 2, ഹാത്തിഫ് 1. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ 19-ാം ഉച്ചകോടി നടന്നത് എവിടെയാണ്? ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ 19-ാം ഉച്ചകോടി നടന്നത് എവിടെയാണ്? കമ്പാല. യുഗാണ്ടയിലെ കമ്പാല എന്ന സ്ഥലത്താണ് ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ 19-ാം ഉച്ചകോടി നടന്നത്. 23 ഇന്ത്യൻ പാർലമെന്റിന്റെ സുരക്ഷാ ചുമതല ഏറ്റെടുത്ത സായുധ സേനാ വിഭാഗം. ഇന്ത്യൻ പാർലമെന്റിന്റെ സുരക്ഷാ ചുമതല ഏറ്റെടുത്ത സായുധ സേനാ വിഭാഗം CISF. ലീഡർക്കൊപ്പം 3 പതിറ്റാണ്ട് എന്ന ആത്മകഥ രചിച്ച മുൻ IAS ഉദ്യോഗസ്ഥനാരാണ്? ലീഡർക്കൊപ്പം 3 പതിറ്റാണ്ട്. ഈ ആത്മകഥ രചിച്ച മുൻ IAS ഉദ്യോഗസ്ഥനാണ് KS പ്രേമചന്ദ്രക്കുറുപ്പ്. 25-ാമത്തെ ചോദ്യം. ഒഴിഞ്ഞ മദ്യക്കുപ്പികൾ തിരികെ നൽകിയാൽ 10 രൂപ വീതം നൽകുന്ന സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം ഏത്? തമിഴ്നാട്. 100 കറണ്ട് അഫയേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ വീഡിയോയുടെ ലെങ്ത് കൂടുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ഒരു സെഷനിൽ 25 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. ഈ വീഡിയോ കറണ്ട് അഫയേഴ്സിൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ടായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ബാക്കി കറണ്ട് അഫയേഴ്സ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യും. ടോട്ടൽ 100 കറണ്ട് അഫയേഴ്സ് 4 ക്ലാസ്സുകളിലായിട്ടായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.